പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. വചനജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുമിച്ച് മർക്കോസിൻ്റെ സുവിശേഷം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സർവേ എന്നവണ്ണം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് 8-ാം അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ന്യൂ ടെസ്റ്റ്മെൻറ്റ് സർവേയാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റിലൂടെ നമ്മൾ ഒരുമിച്ച് കടന്നു പോവുകയാണ്, ധ്യാനിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എക്സോസ്റ്റീവായിട്ടുള്ള വേർഡ് ടു വേർഡ്, വേഴ്സ് ടു വേഴ്സ് സ്റ്റഡി അല്ല. ഇതിനകത്തെ പ്രധാനപ്പെട്ട ദൂതുകൾ ഒന്ന് എടുത്തു പറയുന്നു എന്നതാണ് ഈ വചനജാലകത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഈ എപ്പിസോഡിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. കർത്താവ് 7 അപ്പം കുറെ മീനും കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്ന ആ ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസനെ, എൻ്റെ ഒരു ചിന്തയിൽ നമ്മളിപ്പം മാർക്ക് 6-ലൊക്കെ 30 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ പോഷിപ്പിക്കുന്ന അത്ഭുതമുണ്ട്. അത് 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നിഴലിലാണ് പലപ്പോഴും ഇത് പലപ്പോഴും ആരും അധികം അങ്ങനെ ചർച്ച ചെയ്യാറില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ മാർക്കിലും മാത്യുവിലും ഈ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കർത്താവദാസന് ഒന്ന് പറയാമോ? കാരണം ഇത് പലപ്പോഴും ജീസസ് ഫീഡിങ് ദ 5000 എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. കാരണം 4 സുവിശേഷകരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് 2 സുവിശേഷകരേ ഉള്ളൂ. അത് അത്രയും വലിയ മൈറ്റി മിറക്കിൾ ആയതുകൊണ്ടായിരിക്കാം ഇത് അവഗണിക്കപ്പെടുന്നത്. എന്നാൽ ഇതും ഒരു മാസ് മിറക്കിൾ തന്നെയാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അല്ല, തീർച്ചയായിട്ടും ഇവിടെ മറ്റേ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊരു 5000-ന് പകരം 4000, 5 അപ്പത്തിന് പകരം 7 എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതായ അഥവാ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായ്ക കൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറയുന്ന കാര്യം, ഈ ജനം 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നെന്നുള്ളതാണ്. അതെ, അതായത് മറ്റേത് ഇപ്പം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ മറ്റും കാണുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് ഒരു സിംഗിൾ ഡേ ആണ്. അതെ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് 3 ദിവസമായിട്ട് ഈ ആളുകൾ യേശുവിൻ്റെ അരികിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. അവർ ബാക്കിയുള്ള ഭക്ഷിപ്പാൻ പോലും മറന്നുപോയതായ അതൊരു ഭയങ്കര കാര്യമാണ്, അത്ഭുതമാണ്. കാരണം അവിടുത്തെ ആ വാക്യങ്ങൾ പ്രിയരെ നമ്മൾ അത് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത് 3 ദിവസം ആഹാരം മനഃപൂർവ്വമായിട്ട് അവര് ഉപേക്ഷിച്ചിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കാനിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഓഡിയൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ജെൻറ്റൈലായിട്ടുള്ള ആളുകളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അത്രമാത്രം ഒരു ആവേശം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വചനം കേൾക്കാനായിട്ട് അവർക്ക് ഉണ്ടായി. തീർച്ചയായിട്ടും അവിടെ വചനം കേൾക്കുന്നുണ്ട്, കർത്താവ് മിറക്കിൾസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും അങ്ങനെ ഒരു ഹങ്കർ ഫോർ ദ വേർഡ് നമുക്കവിടെ കാണാൻ കഴിയും. തീർച്ചയായിട്ടും അതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ ഇരിക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാനൊന്നും ഇല്ലായതുകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു എന്നുള്ളൊരു വാക്കാണ് അവിടെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് കമ്പാഷൻ ഓൺ ദ മൾട്ടിറ്റ്യൂഡ്, എനിക്ക് അലിവ് തോന്നുന്നു. അപ്പോൾ നമ്മൾ സുവിശേഷങ്ങളെല്ലാം വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിറക്കിൾസ് എല്ലാം തന്നെ മനസ്സലിവിൻ്റെ പ്രകാശനമാണ്. അതെ, അല്ലാതെ ആളുകളെ വരുത്താൻ വേണ്ടി യേശു ഒരു അത്ഭുതവും കാണിക്കുന്നില്ല. നീ കണ്ടോ, എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും എന്ന നിലയിൽ ഒരത്ഭുതവും യേശു ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുപോലെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് ഈ പുരുഷാരത്തെ പോഷിപ്പിക്കുമ്പോൾ ബേസിക്കലി അത് ജൂയിഷ് ക്രൗഡാണ്. യഹൂദന്മാരോടും കർത്താവിന് മനസ്സലിവുണ്ടായിരുന്നു, ജാതികളോടും കർത്താവിന് മനസ്സലിവുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലെല്ലാം നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്.
യഹൂദന്മാരുടെ ഇടയിൽ മിറക്കിൾസ് ഒക്കെ ചെയ്തു, കർത്താവിന് അവരോട് മനസ്സലിവുണ്ട്. അപ്പോഴും ജാതിക പശ്ചാത്തലത്തിലുള്ളവരെ ദൈവം അവഗണിക്കുന്നില്ല. ദ ഗോസ്പൽ ഈസ് ഓൾസോ ഫോർ ദ ജെൻറ്റൈൽസ്. ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ സാജി ബ്രദർ പ്രത്യേകം പറയുന്നത്, ക്രൂശ് മരണത്തിന് ശേഷമാണ് ആ രക്ഷണ്യ വാതിൽ അവർക്ക് വേണ്ടി തുറക്കപ്പെടുന്നത്. എങ്കിലും ഈ നേരത്തെ ഉള്ള എപ്പിസോഡുകളിലെല്ലാം ശിഷ്യന്മാർക്ക് വളരെ കൃത്യമായിട്ട് കിട്ടുന്ന ആശയം ഇതാണ്: God loves the Gentiles and God is compassionate towards them. അവിടെ എനിക്ക് ഈ ജനത്തോട് അലിവ് തോന്നുന്നു, മനസ്സലിവ്, ആ കർത്താവിൻ്റെ ആ കമ്പാഷൻ. അതെ, തീർച്ചയായിട്ടും ഇന്നും ദൈവം നമ്മുടെ ഈ ഭൗതിക കാര്യങ്ങളിലും കൂടെ ദൈവം കൺസേൺഡ് ആണ്. അതുപോലെ ഇവിടുത്തെ ആ കമ്പാഷൻ എന്ന വാക്കിൽ സാജു ബ്രദറെ കേവലം ഒരു സിമ്പതി കാണിക്കുന്ന കമ്പാഷൻ അല്ല, കാര്യം മനസ്സിലാക്കി പരിഹാരം കൂടെ തരുന്ന ആ വാക്കാണ് അവിടുത്തെ അലിവ് എന്ന ആ വാക്കിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ അർത്ഥമാണ്. അതൊരു വലിയ സന്ദേശമാണ് തരുന്നത്. നമ്മുടെ ഭൗതിക കാര്യങ്ങളിലും കർത്താവിന് നമ്മളോട് മനസ്സലിവുണ്ട് എന്ന് പറഞ്ഞാൽ ചിലർ സിമ്പതിയായിട്ട് രണ്ട് വാക്ക് പറഞ്ഞേച്ച് പോകുന്ന പോലല്ല, വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പരിഹാരം തരാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഈ മനസ്സലിവുള്ള കർത്താവിനെ നമ്മൾ, ആ ദൈവത്തെ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. കാര്യം ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള കൺസെപ്റ്റ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, നമ്മളുടെ കുറ്റങ്ങളെല്ലാം കൂടെ നോക്കിയിരുന്ന് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുന്ന ഒരു ദൈവം എന്ന നിലയിൽ അല്ല നമ്മൾ കർത്താവിനെ കാണേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ നമ്മളെ കരുതുന്ന, നമ്മളെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടിരിക്കുന്ന. അപ്പോൾ ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയുടെ സമയത്ത് വെറുതെ വേദം ഓതുക മാത്രമല്ല. നമ്മുടെ മലയാള ഭാഷയിലെ ഒരു ഫ്രേസ് ആണല്ലോ, വിശക്കുന്നവൻ്റെ അടുത്ത് വേദം ഓതിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ വേദം ഓതിയിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് അതാണ് ക്രിസ്ത്യൻ ബാലൻസ്. കേവലം ആഹാരത്തിന്റെ ക്രമീകരണം മാത്രമല്ല. ആർക്ക് വേണ്ടിയായത്? മുൻപേ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുകയാണ്. അവർ കർത്താവിന്റെ അടുക്കൽ വന്നിരുന്ന് വചനം കേൾക്കുകയാണ്, കർത്താവിനോട് കൂട്ടായ്മ ആചരിക്കുകയാണ്. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയാണ്. അവര് ചോദിക്കാതെ തന്നെ അവരുടെ വിശപ്പ് മനസ്സിലാക്കി കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് ആ ആശയം നമ്മൾ ഉൾക്കൊള്ളണം. ജീസസിന് നമ്മളോട് നമ്മുടെ ഭൗതിക വിഷയത്തിന്മേൽ കൺസേൺ ഉണ്ട്. അത് മനസ്സിലാക്കണം. ഇത് കൊറോണയുടെ കാലഘട്ടമാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കർത്താവിങ്കിലേക്ക് നമുക്ക് തിരിയാം. കർത്താവിന് ഇതിൻ്റെ നടുവിൽ കേവലം ഒരു സിമ്പതി വാക്ക് മാത്രം പറയാൻ അല്ല ആഗ്രഹം. ഇതിൻ്റെ നടുവിൽ പരിഹാരമൊരുക്കുവാനും ദൈവം വിശ്വസ്തനാണ്. കൊറോണയുടെ കാലത്ത് എങ്ങനെയാണ് പരിഹാരം ഒരുക്കുന്നത്? ആ സാഹചര്യത്തിൽ അത്ഭുതകരമായി അവരെ മുഴുവനും തീറ്റിപ്പോറ്റുവാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ എത്ര വലിയ വിഷയത്തിൻ്റെ നടുവിലും കർത്താവ് പ്രവർത്തിക്കാൻ മതിയായവനാണ്. ഞങ്ങൾ ആക്ച്വലി സുവിശേഷകർ എന്ന നിലയിൽ ഈ മനസ്സലിവുള്ള കർത്താവിനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. നിങ്ങളുടെ ഉള്ളത്തിൽ അത് വിശ്വാസമായി പരിണമിക്കുന്നു എങ്കിൽ കർത്താവിലേക്ക് തിരിഞ്ഞാൽ ഹി ക്യാൻ ഗൈഡ് യു. ഹി ഈസ് എ കമ്പാഷനേറ്റ് ഗോഡ്. തീർച്ചയായിട്ടും ഒരു പരിഹാരം നിങ്ങളുടെ വിഷയത്തിന്മേൽ അവിടെ നിന്ന് തരാൻ വിശ്വസ്തനാണ്. കർത്താവ് പറയാണ്, ഞാനവിടെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവർ ചിലർ വളരെ ദൂരത്ത് നിന്ന് വന്നുവല്ലോ. അപ്പൊ അവരുടെ ഡിഗ്രി ഓഫ് ഹങ്കർ, അതിനെക്കുറിച്ച് കർത്താവിന് ബോധ്യമുണ്ട്. അതെ അതെ അതെ. എത്രമാത്രം വിശന്നിരിക്കുകയാണ്. ഈ വിശപ്പോടുകൂടെ യാത്ര ചെയ്താൽ, കാൽനടയായിട്ടൊക്കെ പോയാൽ അവർ വീട്ടിൽ ചെല്ലത്തില്ല. അപ്പം ആ ബ്രേക്കിംഗ് പോയിന്റ് മനസ്സിലാക്കി കർത്താവ്. അതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നിട്ട് അവരിൽ ചിലർ ദൂരത്ത് നിന്ന് വന്നവരല്ലോ. അപ്പൊ ആരായി വന്നത്? എവിടുന്നാണ് വരുന്നത്? മാസ് ഓഡിയൻസ് ആയോണ്ട് ഇന്നത്തെ ആളുകളെ പോലെ നമ്മളിങ്ങോട്ട് എക്സിക്യൂട്ടീവായിട്ട് വേറൊരാൾ ബൈബിൾ എടുത്തുകൊണ്ട് വരുന്നു, നമ്മൾ ഇങ്ങോട്ട് വരുന്നു. പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന ശുശ്രൂഷകനെ കാണുന്നില്ല, കാരണം പുള്ളി പോയി ബൈബിള് എടുത്തുകൊണ്ട് ആളുകൾ പോയി സെക്യൂരിറ്റി ഇതെല്ലാമായിട്ട്. ഇതൊന്നും അല്ല. ജീസസിന് ഓഡിയൻസിന്റെ പൾസ് അറിയാം.
അവരുടെ വിശപ്പറിയാം, അവരെവിടെ നിന്നാണ് വരുന്നത്. ചിലര് ലോങ് ഡിസ്റ്റൻസ് വന്നവരുണ്ട്. കാരണം ഡെക്കപ്പൊളി സിറ്റി എന്ന് പറയുന്നത് ഈ വളരെ ക്ലോസ് ആയിട്ടുള്ളതല്ല, പല സിറ്റികൾസും ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങൾ ആകാനാണ് സാധ്യത. അപ്പോൾ കർത്താവിന് വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടാണ് കർത്താവ് ഇതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത്. 4-ാം വാക്യത്തിൽ അതിനവൻ്റെ ശിഷ്യന്മാർ ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇവരല്ലേ ഈ 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മിറക്കിള് കണ്ടത്? അതെന്താ ഇവരിങ്ങനെ ചോദിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വേറൊരു ചിന്ത വരുന്നത്, നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ നടത്തിയ വഴികൾ പലപ്പോഴും നമ്മളും മറന്നു പോവും. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വിഷയം നമുക്ക് വലുതാണ്. അതിൻ്റെ നടുവിൽ എങ്ങനെയാകും, ഇത് നടക്കുമോ, ദൈവം പ്രവർത്തിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. എനിക്ക് അങ്ങനെയാണ് ഒരു ആശയം വരുന്നത്. ദൈവദാസൻ ഒന്ന് പറയാമോ അത് സംബന്ധിച്ച്? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നത് ഒരു സ്വാഭാവികമായ ഒരു കാര്യമാണ്. കർത്താവ് ക്യാൻസർ സൗഖ്യമാക്കിയ വ്യക്തി ഒരു ചെറിയ പനി വന്നു കഴിയുമ്പോഴത്തേക്ക് എവിടെ രോഗസൗഖ്യം എന്നൊക്കെ ചോദിക്കുന്നതായ വാസ്തവത്തിൽ ഈ ശിഷ്യന്മാരെ കുറിച്ചൊക്കെ ബൈബിളെ തുറന്ന് അവരുടെ ഈ ഡെഫിഷ്യൻസി പറയുന്നു. അതുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അവരോട് കൂടി. അവർ കർത്താവിന്റെ കൂടെ നടക്കുക. അവരെത്രയോ മിറക്കിൾസ് കണ്ടു. തൊട്ട് മുൻപൊക്കെ ചെകിടനായ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതിന് മുമ്പ് 6-ാം അധ്യായത്തിൽ 12 കൊട്ട ഇവരും ചുമന്നതാ. എന്നിട്ട് ഈ സമയം വരുമ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഇവരെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നൊക്കെയുള്ള അവർ വ്യാകുലപ്പെടുന്നതായിട്ട്. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്രായേൽ മക്കളുടെ കാര്യങ്ങൾ പറയുമ്പോഴും ചെങ്കടലിനെ വിഭാഗിച്ച് മിറക്കിൾ കണ്ട ആളുകളാണ് അവര്. വലിയ പാട്ടും കൊട്ടും തപ്പും മേളവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളമില്ലാതെ വന്നപ്പോഴത്തേക്ക് ഈ മരുഭൂമി ഞങ്ങളെ കൊല്ലാനാണോ കൊണ്ടുവന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ഹ്യൂമൻ ഹാർട്ട് ഇങ്ങനെയാണ്, മനുഷ്യൻ ഇങ്ങനെയാണ്. എൻ്റെ പ്രിയ സൗരന്മാരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ചിലരെങ്കിലും ഡീപ്പായിട്ടുള്ള പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ട് ഉള്ളവരാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് തിരിഞ്ഞൊന്ന് നോക്കി. ഈ കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമ്മുടെ മിടുക്കുകൊണ്ടോ ബലം കൊണ്ടോ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടോ ബുദ്ധിയുടെ ആയിട്ടുള്ള സ്ട്രെങ്ത്തിലോ വല്ലതും നമ്മൾ നിന്നതാണോ? ദൈവം നമ്മളെ നിർത്തിയത് കൊണ്ട് നമ്മൾ നിന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാൻ പണ്ട് നമ്മുടെ വിഷയത്തിൽ ഇടപെട്ട അതേ ദൈവം ഈ വിഷയത്തിലും ഇടപെട്ട് നമ്മളെ ഓവർകമേഴ്സ് ആക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഓരോ കാര്യം ഒരു ദൈവ പൈതൽ അഭിമുഖീകരിക്കുമ്പോൾ ഓർത്തോണം, തിരിഞ്ഞൊന്ന് നോക്കണം. ഇവിടെയാണെങ്കിൽ ഇതിപ്പം 8-ാം അധ്യായമാ. 6-ാം അധ്യായത്തിൽ അവർ തന്നെ അനുഭവിച്ച മിറക്കിളാണ്. അങ്ങനെ നമ്മുടെ തന്നെ ജീവിതത്തിലെ ഓരോ അധ്യായങ്ങളിൽ നമ്മൾ എത്രയോ അത്ഭുതങ്ങൾ കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരുമാണ്. അതുകൊണ്ട് ഇതൊരു വലിയ സന്ദേശമാണ്. ശിഷ്യന്മാർ നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരായിരുന്നു. അവർക്കും വ്യാകുലങ്ങളും ആകുല ചിന്തകളും ഒക്കെ ഉണ്ടായി. നിങ്ങൾ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നവർ അങ്ങനെ ഒരു ടെൻസ്ഡായിട്ട് സ്ട്രെസ്സിലിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് ഈ വചനത്തിലൂടെ ഇടപെടുവാനുള്ളത്, നിങ്ങളെ ധൈര്യപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ ഉള്ളത്തിൽ വിശ്വാസമൊന്ന് ഉറപ്പിക്കാനുള്ളത് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം ഈ സാഹചര്യത്തെ അതിജീവിക്കാനും നിങ്ങൾക്ക് കൃപ പകരും. ഇവിടെയും നിങ്ങൾക്ക് പരിഹാരം ദൈവം തരും. ആ ഒരു ദൂതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ പ്രധാനമായി ഉൾക്കൊള്ളേണ്ടത്. മുമ്പ് സാജു ബ്രദർ തന്നെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, അല്ലാതെ കർത്താവ് നമ്മളെ അങ്ങോട്ട് ഞെരുക്കി നമ്മളെ അങ്ങോട്ട് വിഷമപ്പെടുത്തി അതിനകത്ത് ഒരു സാഡിസ്റ്റിക് ഒരു ചിന്തയുള്ള ആളല്ല. ചില പ്രതികൂലങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു എന്ന് വരാം. പക്ഷെ അവിടെ വിശ്വാസം പൊയ്പോകുകയല്ല,
വിശ്വാസത്തിൽ നമ്മൾ ഉറയ്ക്കണം. കഴിഞ്ഞ നാളുകളിൽ നമ്മളെ നടത്തിയ ദൈവം ഈ വിഷയത്തിലും നമ്മളെ നടത്താൻ അവിടുന്ന് വിശ്വസ്തനാണ്. മക്കളുടെ വിവാഹമായിരിക്കാം, മറ്റെന്ത് ഭൗതിക കാര്യമാകട്ടെ. എന്നാൽ ഇതിന് ക്രിസ്ത്യൻ ബാലൻസ് ഇതാണ്. ഭൗതികത്തിന് വേണ്ടി മാത്രമല്ല കർത്താവ്. നമ്മളത് നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്. ജീസസിന് ഒരു മിറക്കിൾ വർക്കറായിട്ട് മാത്രം നോൺ ആകാൻ ഇഷ്ടപ്പെട്ടതല്ല. തിരിച്ചുള്ള ബാലൻസ് ഇതാണ്, നാണയത്തിൻ്റെ മറുവശം ഇതാണ്. അതിൻ്റെ അർത്ഥം ഭൗതികമായിട്ട് ഒരു അത്ഭുതവും ചെയ്യത്തില്ലെന്നുമല്ല. ഭൗതികത്തിലപ്പുറമാണ് ജീസസിൻ്റെ പേഴ്സൺ. ആത്മരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കൂട്ടർക്ക് വചനം കൊടുത്തു. ദൈവരാജ്യം തീർച്ചയായിട്ടും കർത്താവ് പ്രസന്റ് ചെയ്തു. കർത്താവിൻ്റെ എല്ലാ പ്രസംഗങ്ങളും എല്ലാ ടീച്ചിങ്സും ഇറ്റ്സ് അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. അത് 3 ദിവസം ഭക്ഷണം വിട്ട് വെടിഞ്ഞ് ഇവർ കേൾക്കാൻ തയ്യാറായി. അവർക്ക് വേണ്ടി കർത്താവ് കരുതുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ അവൻ അവരോട്, കർത്താവ് പരിഹാരം ഇപ്പോൾ അതിന് കൊടുക്കുകയാണ്. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. 7 എന്ന് അവർ പറഞ്ഞു. അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. ചെറിയ മീനും, മറ്റേത് 5 അപ്പവും 2 മീനുമായിരുന്നു. ഇവിടെ മീനിൻ്റെ സംഖ്യ പറയുന്നില്ല. ചെറിയ മീനും കുറെ ഉണ്ടായിരുന്നു. അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളമ്പുവാൻ പറഞ്ഞു. 2 തവണ താങ്ക്സ് കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് ശിഷ്യന്മാരിലൂടെയാണ് ഇത് വിളമ്പി ജനത്തിന് എത്തിക്കുന്നത്. അത് സംബന്ധിച്ചൊന്ന് പറയാമോ സജി ബ്രദറെ? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ എപ്പോഴും അതിനകത്ത് നമ്മളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇപ്പം പിന്നീട് വരുന്നതിനകത്താണെങ്കിലും ആകാശത്ത് നിന്നൊരു അത്ഭുതം പ്രവർത്തിക്കുന്നതൊക്കെയാണല്ലോ അവർ പറയുന്നത്. അതെ, 11ാമത്തെ വാക്യം മുതൽ. പക്ഷേ ഇവിടെ അത്ഭുതം, കർത്താവ് ഒരു അത്ഭുതം ചെയ്യുമ്പോൾ പോലും അതിനകത്ത് യേശു കർത്താവ് ശിഷ്യന്മാരെ പങ്കാളികളാക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ദൈവം നമ്മളെ പങ്കാളികളാക്കുന്നതായ ഒരവസ്ഥ ഒരു വലിയ കാര്യമാണ്. പോള് തന്നെ പറയുന്നത് എന്താ, ഞങ്ങള് ദൈവത്തെ കൂട്ടുവേലക്കാർ. അതൊരു വലിയ കാര്യമാണ്. കർത്തൃദാസന്മാർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ചിന്തിച്ചാൽ നമുക്കത് എത്രയോ ആവേശം പകരുന്ന ഒരു ചിന്തയാണ്. വി ആർ ഗോഡ്സ് സെർവൻസ്. എന്താ, ദൈവവുമായിട്ട് ചേർന്ന് നമ്മളെ ശുശ്രൂഷിക്കുകയാണ്. ദൈവം നമുക്ക് ആ അവസരം തരികയാണ്. ദൈവത്തിൻ്റെ ഈ പ്രൊജക്റ്റിൽ കൂട്ടാളികളാകാൻ ഉള്ള വലിയ അനുഭവങ്ങൾ ദൈവം നമ്മൾക്ക് തരികയാണ്. എന്നിട്ട് 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ അതിൻ്റെ ആ പ്രാരംഭം വളരെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണ്. അവർ തിന്ന് തൃപ്തരായത്. ദൈവം എന്തെങ്കിലും തന്നാൽ എൻ്റെ പ്രിയരെ, യു വിൽ ബി സാറ്റിസ്ഫൈഡ്, അല്ലേ? ആഹാരം ആകട്ടെ, എന്താകട്ടെ, ദൈവമാണ് തരുന്നതെങ്കിൽ, ദൈവം അത് അനുവദിക്കുന്നെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആകും. അവർ തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. മറ്റേടത്ത് കൊട്ട, ഇവിടെ വട്ടി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാം. തീർച്ചയായിട്ടും. ഇത് കൊട്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്ന കൊട്ട ഒരു സ്മോൾ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ തീരെ ചെറുതെന്നുള്ളതല്ല. എന്നാൽ ഇവിടെ ഇതൊരു വലിയ കൊട്ട, 7 വട്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് സ്പുറീസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ പൗലോസിനെ അവര് ഒരു കൊട്ടയിലാക്കി ഇറക്കി വിട്ടു എന്ന് പറയുന്നുണ്ട്. അതായത് സാമാന്യം വലിയ കൊട്ട, ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള മനുഷ്യനെ കൊള്ളുന്ന ഒരു വട്ടി. ഓക്കെ, അങ്ങനെ ഉള്ള വളരെ വിശാലമായ, അത്രയ്ക്കും കൂടുതൽ, അതായത് പഴയ 12 കൊട്ടയേക്കാൾ ഒട്ടും കുറവൊന്നും അല്ല ഇവിടെ 7 വട്ടി എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കർത്താവ് നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ പാസ്റ്റർ പറഞ്ഞതുപോലെ വി വിൽ ബി സാറ്റിസ്ഫൈഡ്, നമ്മൾ സംതൃപ്തരായിത്തീരും എന്ന് തന്നെയല്ല, സമൃദ്ധിയും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ സമൃദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന സമൃദ്ധിയുടെ ഒരു കാര്യം മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രതിസന്ധികളിൽ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കുന്നത് അറ്റപ്പറ്റയല്ല പലപ്പോഴും. അപ്പൊ എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ, നിറഞ്ഞു കവിയുന്നു. അതുപോലെ ദൈവം നമ്മുടെ പ്രതിസന്ധികളിൽ
ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കുന്നു. സഹായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സഹായം നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. അത് പലപ്പോഴും ഉണ്ട്. പക്ഷേ എൻ്റെ ചിന്ത, ഇവരെന്തുകൊണ്ടായി ഈ വട്ടിയിൽ ഈ സാധനങ്ങളെല്ലാം പിന്നെയും നിറച്ചെടുത്തത്? അത് ഇവർക്ക് വേണ്ടിയല്ല, മറ്റുള്ള ആളുകൾക്ക് കൊണ്ട് കൊടുക്കാനാ. അതാണ്, ദാറ്റ് ഈസ് മൈ അണ്ടർസ്റ്റാൻഡിംഗ്. ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത് വേസ്റ്റ് ആക്കരുത്. തീർച്ചയായിട്ടും ദൈവം പ്രൊവൈഡ് ചെയ്യുന്നതിനെ വേസ്റ്റ് ആക്കരുത് എന്ന് തന്നെയല്ല ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ദൈവം എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തരികയാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെയല്ല, അത് കൂട്ടിവെക്കാനും പാടില്ല. ഇത് അവർ കൊണ്ടുപോയി കൊട്ടയ്ക്കകത്ത് വെച്ചേക്കുകയല്ലോ. അവർക്ക് ഇനിയും കഴിക്കാൻ പറ്റുകയില്ല. കാര്യം അതുപോലെ അവർക്ക് സമൃദ്ധിയായിട്ട് അവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ ഭക്ഷണം മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടു കൊടുക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുകയും പ്രാക്ടീസ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്. whenever God gives us something, it is in abundance. ആ abundance എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പിന്നെയും ഈ ഭക്ഷണം മുഴുവൻ അവിടെ അങ്ങ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് മുഴുവൻ മോശമായി പോവുകയുള്ളൂ, ഇല്ലേ? കൂട്ടിവെക്കുന്ന ഏത് സമ്പത്തും മോശമായി പോകത്തേ ഉള്ളൂ. പക്ഷെ അത് മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പ്രയോജനകരമായിരിക്കും. ഇന്നും സംതൃപ്തമായ ഒരു അവസ്ഥയിൽ ഈ നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ കർത്താവ് തരികയാണെങ്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് നമ്മളത് വേസ്റ്റാക്കാൻ പാടില്ല. നമ്മളത് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് കൊണ്ടു കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ സമൃദ്ധി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക്. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത് നിങ്ങളുടെ സമൃദ്ധി മറ്റുള്ളവർക്ക് ഉതകട്ടെ എന്ന് പറയുന്ന ഒരു കാര്യം, ഇല്ലേ? അത് നമ്മൾ ദൈവവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് ദൈവം തരുന്ന, എനിക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ എനിക്ക് തരുന്നെങ്കിൽ അത് എനിക്ക് കൂട്ടിവെക്കാനുള്ളതല്ല. ഒരു കാര്യം നമ്മൾ ഈ ചിന്തിക്കേണ്ടത്, ആവശ്യമാണ് പരിഹരിക്കപ്പെടുന്നത്. അതെ, ആവശ്യം എന്താണ്? 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ആവശ്യം പരിഹരിക്കപ്പെടുകയാണ്. ആ ഒരു നീഡാണ് കർത്താവ്. അല്ലാതെ നമ്മൾ ഈ ചിലര് ഉണ്ട് അതോ വലിയ സമ്പന്നരാകാനുള്ള ശ്രമം, അതല്ല വേദപുസ്തകം പറയുന്നത്. എൻ്റെ നീഡാണ്. നീഡിന് വേണ്ടി കർത്താവ് തരുന്നു. ആ തരുമ്പോൾ ഇപ്പോൾ ദൈവദാസൻ പറഞ്ഞതുപോലെ എനിക്ക് വ്യക്തിപരമായി അത് സാറ്റിസ്ഫൈഡ് ആകുന്നു. ബാക്കിയുള്ളത് ഫോർ അതേഴ്സ്. ആ ഒരു ക്രമമാണ് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതുപോലെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോഴേ, ഈ ശിഷ്യന്മാരാണ് ചോദ്യം ചോദിച്ചത്, ഇവരെ എങ്ങനെ ഫീഡ് ചെയ്യുമെന്ന്, അല്ലേ? വെൻ യു പാർട്ട്ണർ വിത്ത് ഗോഡ്, ശിഷ്യന്മാർക്ക് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിഞ്ഞു. കർത്താവാണ് അത് ചെയ്യുന്നത്. ഇന്നും എല്ലാ കാര്യങ്ങളും ദൈവമാണ് സോഴ്സ്. ദൈവമാണ് മിറക്കിൾ ചെയ്യേണ്ടത്. ദൈവമാണ് നമ്മുടെ മുൻപിൽ. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് എ പ്രോബ്ലം. അത് ശാരീരികമാകട്ടെ ഭൗതികമാകട്ടെ എന്തുമാകട്ടെ. പക്ഷെ ദൈവവുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ സംതിങ് മിറാക്കുലസ് ഹാപ്പൻസ്. ദൈവം നമ്മളിലൂടെ ആ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നിട്ട് 10-ാം വാക്യത്തിൽ 9-ാം വാക്യം പറയുന്നു, അവർ ഏകദേശം 4000 പേർ ആയിരുന്നു. 10 അവൻ അവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരോട് കൂടെ പടക് കയറി ദാൽമനുഥ അംശങ്ങളിൽ എത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ആ ഒരു വേദഭാഗം, ആ ഒരു എപ്പിസോഡ് കഴിയുന്നതായിട്ട് കാണാൻ കഴിയും. അവിടുത്തെ ആ 10-ാമത്തെ വാക്യത്തിലെ പ്രയോഗമനുസരിച്ച് ഈ 4000 പേരെ പോഷിപ്പിച്ച് കർത്താവ് ജാതിക ടെറിട്ടറി വിടുകയാണ്. മടങ്ങി പിന്നെയും ഈ ദാൽമനുഥ എന്ന് പറയുന്നത് ഒരു ജൂയിഷ് റീജനാണ്. അവിടോട്ട് കർത്താവ് പോവുകയാണ്. സീ ഓഫ് ഗാലിലിയുടെ വെസ്റ്റേൺ സൈഡിൽ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ജാതിക ഇടങ്ങളിൽ ഒരുപാട് കർത്താവ് പ്രവർത്തിച്ചതായിട്ട്, സഞ്ചരിച്ച് പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ അവസാനമാണ് കർത്താവ് മടങ്ങി ആ ജൂയിഷ് ടെറിട്ടറിയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും. സഹോദരന്മാരെ, നമ്മൾ ഈ 10 വാക്യങ്ങളിൽ അധികം ആളുകൾ ചർച്ച ചെയ്യാത്ത, പലപ്പോഴും നമ്മൾ
5 അപ്പവും 2 മീനും കൊണ്ടുള്ള ആ മിറക്കിളാണ് പലപ്പോഴും കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഈ ഫീഡിങ് ദ 4000 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു മിറക്കിൾ തന്നെയാണ്. ജീസസിൻ്റെ കമ്പാഷൻ നമുക്കവിടെ കാണാൻ കഴിയും. മാത്രമല്ല, നമ്മളവിടെ മനസ്സിലാക്കുന്ന ഒരു പ്രധാന കാര്യം, ശിഷ്യന്മാർക്ക് ഒരു പ്രോബ്ലം ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളെ നമ്മളൊന്ന് ഓർത്താൽ മതി, ഇന്നത്തെ പ്രതിസന്ധിയുടെ കർത്താവ് സോൾവ് ചെയ്യാൻ വിശ്വസ്തനാണ്. 2, മനസ്സലിവുള്ള കർത്താവ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുവാൻ അനുവദിക്കുമ്പോൾ കർത്താവ് മാറി നിന്ന് നമ്മുടെ വേദന മാത്രം കണ്ടു നിൽക്കുന്ന ഒരാളല്ല. ആ വിഷയങ്ങളിൽ ഇടപെടുവാൻ അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് മനസ്സലിവുള്ളവനാണ്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇങ്ങനെയുള്ള പല പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നവർ കാണും. ഞങ്ങൾക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. എന്നാൽ ഭൗതിക വിഷയത്തെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മരക്ഷയാണ് എന്ന കാര്യം മറക്കരുത്. ഈ ലോകത്തിൽ ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. അതിനകത്ത് കർത്താവ് നമുക്ക് പരിഹാരം തരാൻ വിശ്വസ്തനാണ്. എന്നാൽ മറിച്ച് ഇവിടെ പരിഹാരം ലഭിച്ചിട്ട് നിത്യതയിൽ നമ്മുടെ മരണത്തിന് ശേഷം നമുക്ക് ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ പ്രിയരെ, നാം എന്നേക്കുമായിട്ട് കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിലെ ഈ ആവശ്യങ്ങൾ കർത്താവ് തരുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പിതാവാം ദൈവം പുത്രനെ മനസ്സലിവോടെ മാനവജാതിയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുവാൻ, നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ അവിടുന്ന് തന്നത് മറന്നു പോകരുത്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.